ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ടെലികാസ്റ്റ് ഓഗസ്റ്റ് 15 സംപ്രേഷണം ആരംഭിക്കുന്നു. 40 മത്സരാർത്ഥികളുമായി ആരംഭിക്കുന്ന ഈ ഷോ എങ്ങനെയാകും മാനേജ് ചെയ്യുക, ചർച്ച ചെയ്യാം. ബിഗ് ബോസ് മലയാളം സീസൺ 8മായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സെപ്റ്റംബർ 6 ബിഗ് ബോസ് മലയാളം സീസൺ ആരംഭിക്കും. അതിൻ്റെ കോമണർ സെലക്ഷനായ പ്രീ ഷോ അഗ്നിപരീക്ഷ ശനിയാഴ്ച മുതൽ ടെലികാസ്റ്റ് ആരംഭിക്കും. 40 കോമണർ മത്സരാർത്ഥികളാണ് ഇതിൽ ബിഗ് ബോസ് പ്രവേശനത്തിനായി പോരാടുക. റെനീഷ റഹ്മാനാണ് അവതാരകയായി എത്തുക. രഞ്ജിനി ഹരിദാസ്, റിയാസ് സലീം, അഖിൽ മാരാർ എന്നിവർ ജൂറി അഥവാ ജഡ്ജിംഗ് പാനലിന്റെ ഭാഗമാകും. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടെലികാസ്റ്റിൽ അവസാന ആഴ്ച പ്രേക്ഷകർക്ക് വോട്ടിംഗ് ചെയ്യാനുള്ള അവസരവും ഉണ്ടാകും. സാധാരണ ബിഗ് ബോസ് സീസണുകളിൽ 20ഓളം മത്സരാർത്ഥികളാണ് ഒരേ സമയം വീട്ടിലുണ്ടാവുക. എന്നാൽ അഗ്നിപരീക്ഷയിൽ 40 പേരാണ് ഉണ്ടാകുക. ഇത്രയും പേരെ എങ്ങനെയാകും ഹാൻഡിൽ ചെയ്യുക? മാത്രമല്ല 20-21 എപ്പിസോഡിൽ ഇവരുടെ സ്ക്രീനിംഗ് എങ്ങനെ നടത്തും എന്നീ സംശയങ്ങൾ പലർക്കുമുണ്ട്. മറ്റൊരു പ്രചാരണം ആദ്യ ദിവസം തന്നെ പകുതിയോളം പേർ റിജക്റ്റ് ആകുമോ എന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനിടയില്ല. ആദ്യ ദിവസങ്ങളിൽ തന്നെ പകുതിയിലേറെ പേർ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് മുന്നോട്ട് വരുന്ന ഷോയുടെ പ്രേക്ഷക പിന്തുണയെ ബാധിക്കാനാണ് സാധ്യത. അതേസമയം ഘട്ടം ഘട്ടമായി എവിക്ഷനുകൾ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ആദ്യ ദിവസങ്ങളിൽ തന്നെ എവിക്ഷനും പ്രതീക്ഷിക്കാം. അല്ലാതെ വലിയൊരെണ്ണം പേരെ ഒരേ സമയം പുറത്തുവിടാൻ ഇടയില്ല. 40 പേരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും അവരെ വിലയിരുത്താൻ പറ്റുന്നതുമായ മത്സരങ്ങളാകും ഷോയിലുള്ളത്. അതിനർത്ഥം ടാസ്കുകളുടെ പ്രോപ്പർട്ടികൾ അത്ര നിസ്സാരമായിരിക്കില്ല എന്നല്ല. ഒരു പക്ഷേ ബലൂണുകൾ പോലുള്ള കാര്യങ്ങൾ പോലും പ്രോപ്പർട്ടികളായി എത്താം. എന്നാൽ ആ ടാസ്ക് നിയന്ത്രിക്കുന്ന രീതിയും വിലയിരുത്തുന്ന രീതിയും മത്സരാർത്ഥികൾ അതിനെ സമീപിക്കുന്നതും ഒക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും. ആളെണ്ണത്തിൽ ബിഗ് ബോസ് വീടിന്റെ ഇരട്ടിയിലേറെ പേരുള്ള ഒരു ഷോ ആയിരിക്കും അഗ്നിപരീക്ഷ. ഇവരെ എങ്ങനെ ബിഗ് ബോസ് കൈകാര്യം ചെയ്യുന്നു എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാം.